ജീവിത പടക്കളത്തിൽ ഘോര സമരം നടത്തി പ്രശസ്ത വിജയം നേടുകയും ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രതീകമായി കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി സമരിറ്റൻ സന്യാസ സഭയ്ക്ക് ജന്മം നൽകുകയും ചെയ്ത മോൺസിഞ്ഞോർ പോൾ ചിറ്റിലപ്പള്ളി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടിട്ട് 44 വർഷം പൂർത്തിയാവുകയാണ്. ആ പുണ്യതാതൻ്റെ ജീവിത വഴിത്താരയിലൂടെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് കുഷ്ഠരോഗിയായി മരിച്ച, വിശുദ്ധ കിരീടം ചൂടിയ മൊളോക്കോയിലെ വിശുദ്ധ ഡാമിയനെ പോലെ കേരളക്കരയിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച കേരള ഡാമിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മോൺസിഞ്ഞോർ പോൾ ചിറ്റിലപ്പള്ളി ഇരിഞ്ഞാലക്കുടയിൽ ശാന്തസുന്ദരമായ അവറ്റത്തൂർ ഗ്രാമത്തിൽ 1909 ജൂലൈ 1 ചിറ്റിലപ്പള്ളി തൊമ്മാന കുടുംബത്തിൽ ലോനപ്പൻ ത്രേസ്യ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി ഭൂജാതനായി. യൗസേപ്പ്, ഫിലോമിന, ഉണ്ണിച്ചാരു, ക്ലാര, കൊച്ചുറോസ എന്നിവർ സഹോദരങ്ങളായിരുന്നു. ഭക്തയായ അമ്മയിൽ നിന്നും കുഞ്ഞിപ്പാലു ദൈവസ്നേഹത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു. കുട്ടിക്കാലത്ത് അമ്മയുടെ കൂടെ ദേവാലയത്തിൽ പോയി അച്ചടക്കത്തോടും ഭക്തിയോടും കൂടെ പള്ളിയിൽ പെരുമാറാൻ ശീലിച്ചു. കൂട്ടുകൂടി സമയം പാഴാക്കുന്ന ഒരു പ്രകൃതിയായിരുന്നില്ല അവൻ്റേത്. പറമ്പിൽ ചുറ്റി നടന്ന് സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു അവനേറെ ഇഷ്ടം. ഭംഗിയുള്ള പൂക്കളും ഇലകളും പറിച്ചെടുത്ത് പുസ്തകത്താളുകൾക്കിടയിൽ വെച്ച് അവ ഉണക്കിയെടുത്ത് ശേഖരിക്കുക അവൻ എത്രയും പ്രിയപ്പെട്ട വിനോദമായിരുന്നു. ഒരിക്കൽ പന്തു കളിക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പാലുവിൻ്റെ കാല് അല്പം മുറിഞ്ഞു. മുറിവെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ച പിതാവിനോട് കളിക്കാൻ പോയ കാര്യം വെളിപ്പെടുത്താനാകാതെ കാലുതട്ടി വീണുണ്ടായ മുറിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിതാവിനോട് നുണ പറഞ്ഞതിനാൽ അസ്വസ്ഥനായ കുഞ്ഞിപ്പാലു കിടന്നിട്ട് ഉറക്കം വരാതെ രാത്രി തന്നെ എഴുന്നേറ്റ് പിതാവിനോട് സത്യം വെളിപ്പെടുത്തി മാപ്പ് പറഞ്ഞിട്ടേ ഉറങ്ങിയുള്ളൂ. ദരിദ്ര സഹോദരർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാനും ബാലനായ കുഞ്ഞിപ്പാലു സന്നദ്ധനായിരുന്നു. വീട്ടിൽ വന്നിരുന്ന ദരിദ്രർക്കും ഭിക്ഷക്കാർക്കും അവൻ സഹായങ്ങൾ ഉദാരമായി നൽകിയിരുന്നു. തൃശ്ശിനാപ്പള്ളി സെൻറ് ജോസഫ് കോളേജിൽ നിന്നും BA ബിരുദം കരസ്ഥമാക്കിയപ്പോൾ തൻ്റെ ജീവിതം യേശുനാഥന് പൂർണ്ണമായി സമർപ്പിക്കാൻ തീക്ഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ വൈദിക പരിശീലനത്തിലേക്ക് പ്രവേശിച്ചു. 1933 തൃശൂർ തോപ്പ് സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേർന്ന ബ്രദർ പോൾ മംഗലപ്പുഴ മേജർ സെമിനാരിയിൽ പരിശീലനം പൂർത്തിയാക്കി തൻ്റെ ജീവിതത്തിലെ പുണ്യ ദിനത്തിനായി ഒരുങ്ങി നിന്നു. എനിക്ക് ആത്മാക്കളെയും രക്തസാക്ഷിത്വവും തരിക എന്ന പ്രാർത്ഥനയോടെ 1939 ഡിസംബർ 17 മാർ ഫ്രാൻസിസ് ആലപ്പാട്ട് പിതാവിൻ്റെ കൈവെപ്പ് വഴി തിരുഹൃദയത്തിൻ്റെ പ്രിയപ്പെട്ട വൈദികനായി തീർന്നു. സമസ്തവും ഈശോയ്ക്ക്, തുച്ഛം മാത്രം കുഞ്ഞിപ്പാലുവിന് എന്ന മുദ്രാവാക്യം ജീവിത തത്വമായി സ്വീകരിച്ചുകൊണ്ടാണ് ആ യുവ വൈദികൻ തൻ്റെ അജപാലന ദൗത്യം ആരംഭിച്ചത്. തൃശൂർ സെയിൻറ് തോമസ് കോളേജിൽ കെമിസ്ട്രി അധ്യാപകനായും വാർഡനായും സേവനം ആരംഭിച്ച കാലം. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചത്. കേരളത്തിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും കുഷ്ഠരോഗികൾ അഭയം കണ്ടിരുന്ന തൃശൂർ പട്ടണം, അവരുടെ ജീവിതമാർഗം ഭിക്ഷാടനം. ഈ കുഷ്ഠരോഗികൾ ഒരു ശല്യമായി തീർന്നപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ കൽപ്പന പ്രകാരം പോലീസുകാർ കുഷ്ഠരോഗികളെ വടികൊണ്ടും ലാത്തികൊണ്ടും അടിച്ചോടിക്കുന്നത് പോളച്ചൻ കോളേജ് വരാന്തയിൽ നിന്നും കണ്ടു. ഈ ദൃശ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. കുഷ്ഠരോഗികളുടെ സംരക്ഷണത്തിനും പരിചരണത്തിനും ഒരു പ്രസ്ഥാനം ആരംഭിക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ ഫലമായി തൃശൂർ അതിരൂപത അധ്യക്ഷനായിരുന്ന അഭിമന്യ ആലപ്പാട്ട് പിതാവിൻ്റെ അനുമതി പ്രകാരം എണ്ണമറ്റ പ്രതിസന്ധികൾ തരണം ചെയ്ത് തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി 1953 മുളയം കുന്നിൻ്റെ താഴ്വരയിൽ ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അയ്യപ്പൻകാവ് എന്നറിയപ്പെട്ടിരുന്ന ആ വനഭൂമിക്ക്
ഗെത്സമൻ വാലി എന്ന പേര് നൽകി. അനുദിനം രോഗികൾ വർദ്ധിച്ചു വന്നു. കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നതിന് എനിക്ക് സിസ്റ്റേഴ്സിനെ തരിക എന്ന യാചനയുമായി ആ പ്രേഷിതവര്യൻ അന്ന് കേരളത്തിലുണ്ടായിരുന്ന വിവിധ സന്യാസിനി സമൂഹങ്ങളെ സമീപിച്ചു. ബഹുമാന്യനായ ജോൺ ഊക്കനച്ചൻ്റെ ഉപവി സന്യാസിനി സമൂഹത്തിൽ നിന്ന് 3 ധീര കന്യകമാർ, സിസ്റ്റർ ഇഗ്നേഷ്യ, സിസ്റ്റർ സിറിൽ, സിസ്റ്റർ ബർക്കുമെൻസ്, കുഷ്ഠരോഗികൾക്ക് വേണ്ടി വീരോചിതമായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. സമൃദ്ധമായ ദൈവാനുഗ്രഹത്താൽ പ്രതീക്ഷകൾക്കതീതമായി ഡാമിയൻ വളർന്നു. രോഗികളുടെ എണ്ണം പെരുകി. നഴ്സുമാരുടെ എണ്ണം ദൗർലഭ്യമായി. ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി 1961 ജനുവരി 25 പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി മോൺസിഞ്ഞോർ പോൾ ചിറ്റിലപ്പിള്ളിയാൽ സമരിറ്റൻ സിസ്റ്റേഴ്സ് എന്ന മിഷണറി സന്യാസിനി സമൂഹം സ്ഥാപിക്കപ്പെട്ടു. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന യേശുവിൻ്റെ തിരുവചനം മുദ്രാവാക്യമായും സാമൂഹിക സേവനം, രോഗീ പരിചരണവും പ്രധാന പ്രേക്ഷിത മേഖലകളായും സ്വീകരിച്ചുകൊണ്ട് 33 രൂപതകളിലായി സമരിറ്റൻ സിസ്റ്റേഴ്സ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി ഇന്ന് സേവനം ചെയ്യുന്നു. സെയിൻറ് തോമസ് കോളേജ് രസതന്ത്ര അധ്യാപകൻ, ഹോസ്റ്റൽ വാർഡൻ, ഡാമിയൻ സ്ഥാപനത്തിൻ്റെ ശില്പി, തൃശൂർ രൂപത വികാരി ജനറൽ, സമരിറ്റൻ സഭാ സ്ഥാപകൻ, മറ്റ് 2 മരിയൻ ആത്മായ കൂട്ടായ്മകളുടെ സ്ഥാപകൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ച മോൺസിഞ്ഞോർ പോൾ ചിറ്റിലപ്പിള്ളി തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ അനന്തരഫലമായി 72-ാം വയസ്സിൽ 1981 ഫെബ്രുവരി 12 രോഗബാധിതനാവുകയും 1981 മാർച്ച് 12 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ പൗലോസ്ലീഹായെപ്പോലെ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി എന്ന ആത്മസംതൃപ്തിയോടെയാണ് അദ്ദേഹം വിടവാങ്ങിയത്. വത്സലനാഥൻ്റെ ഭൗതിക ശരീരം അച്ഛനാൽ സ്ഥാപിതമായ പുല്ലൂർ സേക്രഡ് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റൽ ചാപ്പലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. നിത്യതയിൽ ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥം തേടി അനേകർ അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ എത്തിച്ചേരുന്നു. പുരോഹിതനായി പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ താൻ ഭാവന ചെയ്തിരുന്ന ചതുർമുഖ സമരത്തിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. ദീനവത്സലനായിരുന്ന മോൺസിഞ്ഞോർ വിശപ്പിനെതിരെയും വേദനയ്ക്കെതിരെയും അലസതയ്ക്കെതിരെയും അജ്ഞതയ്ക്കെതിരെയും ചതുർമുഖ സമര പരിപാടി പ്രാവർത്തികമാക്കാൻ എന്നും ജാഗരൂകനായിരുന്നു. സമരിറ്റൻ സഹോദരിമാരിൽ തൻ്റെ പ്രേഷിത ചൈതന്യത്തിൻ്റെ ആവേശം പകർത്താൻ പോളച്ചൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഇതിൻ്റെ ഫലമായി കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് രോഗീ ശുശ്രൂഷയുടെ എല്ലാ മണ്ഡലങ്ങളിലേക്കും സാമൂഹിക സേവനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്കും ഇന്ന് സമരിറ്റൻ സഭ പടർന്ന് പന്തലിച്ച് അനേകർക്ക് ആശ്വാസം നൽകുന്ന വലിയ വടവൃക്ഷമായി മാറിയിരിക്കുന്നു. ഇന്ന് ഈ ആധുനിക ലോകത്തിൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും സംലഭ്യരാകണമെന്ന സ്ഥാപക പിതാവിൻ്റെ ഉപദേശമനുസരിച്ച് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന ക്രിസ്തുവിൻ്റെ ആഹ്വാനപ്രകാരം നല്ല സമറായൻ്റെ മനോഭാവത്തോടെ ക്രിസ്തുവിൻ്റെ കരുണാദ്രമായ സ്നേഹത്തിൻ്റെ വക്താക്കളാകുകയാണ് ഓരോ സമരിറ്റൻ സഹോദരിയും തൻ്റെ ജീവിതത്തിലൂടെ. ആശുപത്രികൾ, കുഷ്ഠരോഗി ചികിത്സാ കേന്ദ്രങ്ങൾ, അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, മാനസിക രോഗ ചികിത്സാ കേന്ദ്രങ്ങൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്കും ശാരീരിക വൈകല്യമുള്ള കുട്ടികൾക്കുമായുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, കൈത്തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, ഹോസ്റ്റലുകൾ, സ്കൂളുകൾ, കുടുംബ പ്രേഷിതത്വം, ഇടവക പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം സമരിറ്റൻ സഭയുടെ
വിവിധ കർമ്മ രംഗങ്ങളാണ്.